ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഗാന്ധിജി സ്വപ്നം കണ്ട മാലിന്യമുക്ത ഭാരതം എന്നത് യാഥാർത്ഥ്യമാക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശുചിത്വ ഭാരതം എന്ന പദ്ധതിയുമായി രംഗത്തിറങ്ങിയത്. വിദ്യാലയങ്ങളും മറ്റ് പൊതുസ്ഥാപനങ്ങളും ഈ പദ്ധതിയെ ഏറ്റെടുത്തു. രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സന്നദ്ധ സംഘടനകളും ഈ ശുചിത്വ യജ്ഞത്തിന് മുന്നിട്ടിറങ്ങിയത് പദ്ധതിക്ക് കൂടുതൽ കരുത്ത് പകരുന്നു. ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. മാവേലി സ്റ്റോറിലെ വിലവർദ്ധനവ് ജനങ്ങൾക്കേറ്റ ഇടുത്തി പ്രഹരമെന്ന് CPI ജില്ലാ സെക്രട്ടറി IV ശശാങ്കൻ. വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് CPI നേതൃത്വത്തിൽ സിവിൽ സപ്ലൈസ് മാർച്ച്. ടേൺ ഓവർ ടാക്സ് ഈടാക്കുന്ന ഉദ്യോഗസ്ഥരുടെ നടപടി തുണിക്കച്ചവട മേഖലയെ നാശത്തിലേക്ക് തള്ളിവിടുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീൻ. നെൽകൃഷിയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കാനും കർഷക ആത്മഹത്യയ്ക്ക് തടയിടാനും കൃഷിക്ക് പ്രത്യേക കാർഷിക ബജറ്റ് അവതരിപ്പിക്കണമെന്ന് ഫാർമേഴ്സ് അസോസിയേഷൻ. വിശദമായ വാർത്തകളിലേക്ക്. ടേൺ ഓവർ ടാക്സ് ഈടാക്കുന്ന ഉദ്യോഗസ്ഥരുടെ നടപടി തുണിക്കച്ചവട മേഖലയെ നാശത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീൻ. തുണി വ്യാപാരികളിൽ 2% വിറ്റുവരവ് നികുതി ഈടാക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ വിൽപ്പന നികുതി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുണി വ്യാപാരികളിൽ 2% വിറ്റുവരവ് നികുതി ഈടാക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ വ്യാപാരികൾ വിൽപ്പന നികുതി ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ് മർച്ചന്റ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ആദ്യമായാണ് സംസ്ഥാനത്ത് തുണിക്ക് വിൽപ്പന നികുതി ഈടാക്കുന്നത്. ജൂലൈ 22-ന് സർക്കാർ നിയമം പാസാക്കിയെങ്കിലും വ്യാപാരികൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. സർക്കാർ അപേക്ഷ പ്രകാരം ഹിയറിംഗ് തീയതി നീട്ടിവെച്ചു. ഇതിനിടയിൽ ഏപ്രിൽ മുതലുള്ള 2% വിൽപ്പന നികുതി ഉടൻ അടയ്ക്കണമെന്ന് കാണിച്ച് വിൽപ്പന നികുതി ഉദ്യോഗസ്ഥർ വ്യാപാരികൾക്ക് നോട്ടീസ് അയച്ചു. 1 കോടി രൂപയ്ക്ക് മേൽ വിറ്റുവരവുകളിൽ നിന്നാണ് നികുതി ഈടാക്കുന്നത്. നിയമപ്രകാരം ഇത് ഉപഭോക്താക്കളിൽ നിന്ന് വാങ്ങാൻ പാടില്ല. നാമമാത്രമായ അറ്റാദായമുള്ള പല തുണി വ്യാപാരികൾക്കും സ്വന്തം ലാഭവിഹിതത്തിൽ നിന്ന് ഭാരിച്ച് നികുതി അടയ്ക്കാൻ സാധിക്കില്ല. ഈ സാഹചര്യത്തിലാണ് ചൊവ്വാഴ്ച സൂചനാ സമരം നടത്തിയത്. എരഞ്ഞിപ്പാലം വിൽപ്പന നികുതി ഓഫീസിന് മുൻപിൽ നടന്ന ധർണ വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ടേൺ ഓവർ ടാക്സ് നന്നാക്കുന്ന ഉദ്യോഗസ്ഥരുടെ നടപടി തുണിക്കച്ചവട മേഖലയെ നാശത്തിലേക്ക് തള്ളിവിടുകയാണെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കച്ചവടക്കാരെല്ലാം ഏറ്റെടുക്കും. ഗവൺമെന്റ് എന്തെങ്കിലും പറഞ്ഞാൽ അത് ഏറ്റെടുക്കും. നമ്മൾ സഹിച്ചോളാം എന്ന് വിചാരിച്ച് ഏറ്റെടുക്കും. ഈ സാധനമാണ് നമ്മളെ കൊണ്ടുവന്ന എല്ലാ ചുവടും നീക്കേണ്ടിയിരുന്നത്. നമ്മളെ എതിർക്കാൻ പഠിച്ചില്ല. കമ്മിറ്റി ചെയർമാൻ D ഷേണായ്, കൺവീനർ CA റഷീദ്, K സയ്യിദ് മാധവൻ, PV നവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. മാവേലി സ്റ്റോറിലെ വിലവർദ്ധനവ് ജനങ്ങൾക്കേറ്റ ഇടുത്തി പ്രഹരമാണെന്ന് CPI ജില്ലാ സെക്രട്ടറി IV ശശാങ്കൻ. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവിനെതിരെ സപ്ലൈകോ റീജിയണൽ ഓഫീസിലേക്ക് CPI നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാവേലി സ്റ്റോറിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവിനെതിരെ CPI ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കോഴിക്കോട് ജയിൽ റോഡിലെ സപ്ലൈകോ റീജിയണൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മുതലക്കുളത്ത് നിന്നും ആരംഭിച്ച മാർച്ച് സപ്ലൈകോ ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ CPI ജില്ലാ സെക്രട്ടറി IV ശശാങ്കൻ ഉദ്ഘാടനം ചെയ്തു. മാവേലി സ്റ്റോർ വഴി വിൽപ്പന നടത്തുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് ജനങ്ങളുടെ തലയിൽ വീണ ഇടുത്തിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആർക്കെങ്കിലും വിശദീകരിക്കാൻ കഴിയുമോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഇടുത്തി പോലെ എന്ന് പറഞ്ഞത് യാതൊരു മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ ഇത്ര വിലവർദ്ധനകൾ ഉണ്ടാകുമ്പോൾ അടുത്ത മാസം മുതൽ വില വർദ്ധിക്കാൻ പോകുമ്പോൾ
അല്ലെങ്കിൽ മാർച്ച് മാസം കഴിഞ്ഞ് അനുവർത്തിക്കാൻ പോകുന്നു. ആ ഒരു മുന്നറിയിപ്പ് ഉണ്ടാവാറുണ്ടെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇടിച്ചു മുമ്പേ മിന്നൽ പോലെയാണ് സർക്കുലർ വന്നത്. CPI സൗത്ത് ഏരിയ സെക്രട്ടറി MKM കുട്ടി അധ്യക്ഷനായിരുന്നു. CPI നേതാക്കളായ KG പങ്കജാക്ഷൻ, അഡ്വക്കേറ്റ് P ഗവാസ്, PK നാസർ, റീനെ മുണ്ടേങ്കാട്ട്, പിലാക്കാട്ട് ഷൺമുഖൻ, CM കേശവൻ എന്നിവർ സംസാരിച്ചു. ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മർച്ചന്റ്സ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരളയുടെ ജില്ലാ സെമിനാർ റൈസിംഗ് കേരള ജനറൽ കൺവീനർ VKC നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഫ്യൂമയുടെ സോവനിയർ, മുൻ MLA VKC മുഹമ്മദ് കോയ, KSSIA ജില്ലാ ജനറൽ സെക്രട്ടറി യോഗേഷ് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മർച്ചന്റ്സ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരളയുടെ ജില്ലാ സെമിനാർ കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ സംഘടിപ്പിച്ചു. റൈസിംഗ് കേരള ജനറൽ കൺവീനർ VKC നൌഷാദ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഫുമ ജില്ലാ പ്രസിഡന്റ് A വേണുഗോപാൽ അധ്യക്ഷം വഹിച്ചു. തുടർന്ന് നടന്ന സെമിനാറിൽ പുതിയ വ്യവസായങ്ങളെക്കുറിച്ച് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ സൈമൺ സച്ചിരിയ സംസാരിച്ചു. സെയിൽസ് ടാക്സും വ്യാപാര സമൂഹവും എന്ന വിഷയത്തിൽ IAC ഇന്റലിജൻസ് K സുനിൽകുമാറും പലിശരഹിത വായ്പ, ഖാദി ബോർഡ് സബ്സിഡി, ബാങ്ക് വായ്പ എന്നീ വിഷയങ്ങളിൽ സോണൽ മാനേജർ അജിത് കുമാർ കേശവൻ, E അബ്ദുൽ നാസർ, കനറ ബാങ്ക് ഡിവിഷണൽ മാനേജർ R ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ചടങ്ങിൽ സംസ്ഥാന ഫുമ സോവനിയർ മുൻ MLA VKC മുഹമ്മദ് കോയ പ്രകാശനം ചെയ്തു. KSSIA ജില്ലാ ജനറൽ സെക്രട്ടറി യോഗേഷ് ഏറ്റുവാങ്ങി. ഫുമ സംസ്ഥാന പ്രസിഡന്റ് KP രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ഫുമ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ MM മുസ്തഫ, പവിത്രൻ, ടോമി പുലിക്കാട്ടിൽ, സെക്രട്ടറിമാരായ KP പ്രദീപ് കുമാർ, റാഫി P ദേവസ്യ, ജില്ലാ ജനറൽ സെക്രട്ടറി കോഹിനൂർ സലീം, A മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. 30 ഏക്കർ വരെ കൃഷി ചെയ്യുവാൻ പര്യാപ്തമായ നിശബ്ദ കാർഷിക വിപ്ലവത്തിന് അനിവാര്യമായ നാടൻ പശു ഇനങ്ങളെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്ന് എർത്ത് കെയർ ഫൗണ്ടേഷൻ. അത്തോളി നാച്ചർ ഫാമിലെ മാണിക്യം വെച്ചൂർ പശു ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതായും സംഘടനാ നേതൃത്വം കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അത്തോളി നാച്ചർ ഫാമിലെ മാണിക്യം എന്ന ലോകത്തിലെ ഏറ്റവും ചെറുതും കേരളത്തിന്റെ തനതിനത്തിൽപ്പെട്ടതുമായ വെച്ചൂർ പശു ഗിന്നസ് വേൾഡ് ഓഫ് റെക്കോർഡിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതായി എർത്ത് കെയർ ഫൗണ്ടേഷൻ ഭാരവാഹികൾ പറഞ്ഞു. 30 ഏക്കർ വരെ കൃഷി ചെയ്യുവാൻ പര്യാപ്തമായ നിശബ്ദ കാർഷിക വിപ്ലവത്തിന് അനിവാര്യമായ നാടൻ പശു ഇനങ്ങളെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്നും എർത്ത് കെയർ ഫൗണ്ടേഷൻ ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. അത്തരം കൃഷിരീതി അനുവർത്തിക്കുന്നതും നാടൻ പശുക്കളെ സംരക്ഷിക്കുന്നവരുമായ സാധാരണ കൃഷിക്കാരെ അംഗീകരിക്കാനും സഹായിക്കാനും സർക്കാർ മുന്നോട്ട് വരണമെന്നും എർത്ത് കെയർ സാരഥികൾ പറഞ്ഞു. അതോടൊപ്പം നമ്മൾ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ വന്നിട്ടുള്ള 3 പ്രധാനപ്പെട്ട വിശിഷ്ട വ്യക്തികളും കൂടി അന്ന് അവിടെ വരുന്നുണ്ട്. നമ്മൾ അജയ്, പ്രജീഷ് കണ്ണൻ ആൻഡ് സൈമൺ ലുട്ടോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വച്ഛ് ഭാരത് പരിപാടിയുടെ ഭാഗമായി കോഴിക്കോട് ഗവൺമെന്റ് ബീച്ച് ആശുപത്രിയിൽ ശുചീകരണ പ്രവർത്തികൾ നടന്നു. അംബേദ്കർ ജനപക്ഷത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ശുചിത്വ ഭാരതം പരിപാടി രാംദാസ് വേങ്ങേരി ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വച്ഛ് ഭാരത് പരിപാടിയുടെ ഭാഗമായി കോഴിക്കോട് ഗവൺമെന്റ് ബീച്ച് ആശുപത്രിയും പരിസരവും വൃത്തിയാക്കി. അംബേദ്കർ ജനപക്ഷത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ശുചിത്വ ഭാരത പരിപാടി പ്രസിഡന്റ് രാംദാസ് വേങ്ങേരി ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വച്ഛ് ഭാരത്, ക്ലീൻ ഇന്ത്യ ക്ലീൻ ആക്കുക എന്നതിന്റെ ഭാഗം ആ ദൗത്യം കേരളത്തിലെ അംബേദ്കർ ജനപരിഷത്ത് ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ, ലേബർ കുഷ്ഠരോഗ ആശുപത്രികൾ, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകൾ, പട്ടികജാതി കോളനികൾ, ചേരി പ്രദേശങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം ക്ലീനാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിലുപരി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട പട്ടികജാതി പട്ടികക്കാരുടെ എല്ലാ സജീവമായുള്ള ബോധവൽക്കരണ പ്രവർത്തനവും അംബേദ്കർ ജനപരിഷത്ത് നടത്തിവരികയാണ്. കോഴിക്കോട് ഗവൺമെന്റ് ബീച്ച് ഹോസ്പിറ്റലിൽ നടന്ന ശുചിത്വ പരിപാടിയിൽ ഹോസ്പിറ്റലിലെ കുളിമുറിയും കക്കൂസും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളും പരിസര പ്രദേശവും വൃത്തിയാക്കി. ആശുപത്രിയിലെ കാടുപിടിച്ച് കിടന്ന സ്ഥലങ്ങൾ വെട്ടിമാറ്റിയും പുല്ലും ചപ്പും ചവറുകൾ കത്തിച്ചുമാണ് അംബേദ്കർ ജനപരിഷത്ത് നരേന്ദ്രമോദിയുടെ സ്വച്ഛ് ഭാരതത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത്. ചടങ്ങിൽ രാജേഷ് മകൂർ അധ്യക്ഷം വഹിച്ചു. ജയരാജൻ മുക്കം, ദാസ് കോഴഞ്ചേരി, സുമാ മണാശ്ശേരി, ചന്ദ്രിക രാജേഷ്, സുരേഷ് കുരുവട്ടൂർ, ബേബി സുരേന്ദ്രൻ, മോഹൻദാസ് ഉണ്ണികുളം, കുട്ടികൃഷ്ണൻ ഉള്ളിയേരി എന്നിവർ നേതൃത്വം നൽകി. വാർത്തകളിൽ ഇടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. അടുത്ത വർഷം ഞങ്ങളുടെ വിവാഹമാണ്. ഇവൾക്ക് സ്തനാർബുദമാണ്. എന്നാൽ ഞങ്ങളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. ഇവളുടെ ക്യാൻസർ പൂർണ്ണമായും മാറും.
ക്യാൻസർ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ഒരു മാറാരോഗമായി കണക്കാക്കാൻ കഴിയില്ല. കൃത്യസമയത്തുള്ള ശരിയായ ചികിത്സയിലൂടെ ഈ രോഗം ഭേദമാക്കാവുന്നതാണ്. ക്യാൻസറിനെ മറികടക്കാൻ ഒരു രോഗിക്ക് ആദ്യം വേണ്ടത് ഇവരെപ്പോലെ മനക്കരുത്തും ആത്മവിശ്വാസവുമാണ്. വാർത്തകൾ തുടരുന്നു. നടനചാരുതയുടെ ദൃശ്യാവിഷ്കാരം ചാലിച്ച സ്കൂൾ കലോത്സവം 3ാം ദിവസം പിന്നിട്ടു. വാശിയേറിയ മത്സരത്തിൽ മികവ് തെളിയിക്കുകയാണ് ബാല്യകൗമാരങ്ങൾ. കോഴിക്കോട് സിറ്റി ഉപജില്ലാ സ്കൂൾ കലോത്സവ വേദിയിലേക്ക്. കാവ്യഭാവങ്ങളെ ശ്രുതിതാളമേളത്തോടെ കോർത്തിണക്കിയ നടനചലനത്തിന്റെ ദൃശ്യാവിഷ്കാരം കലോത്സവത്തിന് ചാരുത പകർന്നു. കോഴിക്കോട് സിറ്റി ഉപജില്ലാ കലോത്സവത്തിന്റെ 3ാം ദിനത്തിലാണ് കലാപ്രതിഭകൾ മോഹിനിയാട്ടത്തിലും നാടോടി നൃത്തത്തിലും വാശിയോടെ പ്രകടനം നടത്തിയത്. മലയാള കരചുറ്റി എന്ന ഗാനവുമായി ഹരിചന്ദ്രവേഷവും കർഷകനെ അടിമയാക്കുന്ന ജന്മിയുടെ അഹന്തയ്ക്ക് മുന്നിൽ പതറാത്ത ചേമനും നാടോടി നൃത്തത്തെ മാറ്റുകൂട്ടി. കൂടാതെ കല്യാട്ടു നീലി, പറയിപ്പറ്റ പന്തിരകുലത്തിന്റെ പെറ്റമ്മയുടെ കഥയും നാടോടി നൃത്തത്തെ മനോജ്ഞമാക്കി. വീറും വാശിയുമായി വിവിധ വേദികളിൽ ഭരതനാട്യം, കുച്ചിപ്പുടി, നാടോടി നൃത്തം, ഇംഗ്ലീഷ് സ്കിറ്റ്, മൂകാഭിനയം, നാടകം, സംഘഗാനം, കഥാപ്രസംഗം, ലളിതഗാനം, മാപ്പിളപ്പാട്ട്, സംസ്കൃതോത്സവം, വന്ദേമാതരം, സംഘഗാനം, അഷ്ടപതി, പ്രഭാഷണം, പദ്യം ചൊല്ലൽ, പാഠകം, അറബി പദ്യം ചൊല്ലൽ, മലയാളം പദ്യം ചൊല്ലൽ എന്നീ മത്സരങ്ങൾ നടന്നു. കലോത്സവത്തിന്റെ സമാപന ദിനമായ ബുധനാഴ്ച വഞ്ചിപ്പാട്ട്, നാടൻപാട്ട്, പഞ്ചവാദ്യം, മാർഗംകളി, തിരുവാതിരക്കളി, ചവിട്ടുനാടകം, സംസ്കൃതോത്സവം, തബല, ട്രിപ്പിൾ, ജാസ്, വയലിൻ, ഗിറ്റാർ, ഓടക്കുഴൽ, വീണ, വിചിത്രവീണ, വൃന്ദവാദ്യം, ഗാനമേള, മൃദംഗം, മദ്ദളം, നങ്ങ്യാർകൂത്ത്, കഥകളി, കൂടിയാട്ടം, ഓട്ടംതുള്ളൽ, പ്രസംഗം, ശാസ്ത്രീയ സംഗീതം എന്നിവ അരങ്ങേറും. നെൽകൃഷിയിൽ ഉൽപാദനം ഉണ്ടാക്കാനും കർഷക ആത്മഹത്യയ്ക്ക് തടയിട്ട് കാർഷിക വിഭവങ്ങൾ വർദ്ധിപ്പിക്കാനും കൃഷിക്ക് പ്രത്യേകമായ കാർഷിക ബജറ്റ് അവതരിപ്പിക്കണമെന്ന് ഫാർമേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടു. കോഴിക്കോട് നളന്ദിയിൽ നടന്ന വനിതാ കാർഷിക സംഗമത്തിലാണ് അസോസിയേഷൻ ഇക്കാര്യം ഉന്നയിച്ചത്. നെൽകൃഷിയിൽ വൻ ഉൽപാദനമുണ്ടാക്കാനും കർഷകരുടെ ആത്മഹത്യയ്ക്ക് തടയിട്ട് കാർഷിക വിഭവങ്ങൾ വിളവെടുക്കുന്നതിനും കൃഷിക്ക് പ്രത്യേകമായ കാർഷിക ബജറ്റ് അവതരിപ്പിക്കണമെന്ന് ഫാർമേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടു. 4% വളർച്ചാ നിരക്ക് പ്രതീക്ഷിക്കുന്ന കൃഷി ഇന്നും 1% പോലും എത്തിയിട്ടില്ലെന്നും നാളികേരം, അടയ്ക്ക എന്നീ കാർഷിക വിളകൾക്ക് വില തകർച്ചയാണുള്ളതെന്നും അസോസിയേഷൻ ആരോപിച്ചു. കോഴിക്കോട് നളന്ദിയിൽ നടന്ന വനിതാ കർഷക സംഗമം കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് MT പത്മ ഉദ്ഘാടനം ചെയ്തു. മികച്ച സാമൂഹ്യ പ്രവർത്തകയുള്ള ഞങ്ങൾ നൽകുന്ന പച്ചക്കറിയുടെ ജമീല ഹാരിസ് അധ്യക്ഷത വഹിച്ചു. രൂപ IP, ജനറൽ സെക്രട്ടറി KM സുരേഷ് ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം ദിനേശ് പെരുമണ്ണ, എളമന ഹരിദാസ്, PK രഞ്ജിനി, CS ഷാജി, P അനിത, ശാരദ G നായർ, കൊല്ലങ്കണ്ടി വിജയൻ, സന്തോഷ് പെരവശ്ശേരി, രൂപ KC, രവീന്ദ്രൻ ചേടി റോഡ്, C മിനി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മദർ തെരേസ അവാർഡ് ശാരദാ ശ്രീധരനും മികച്ച സാമൂഹ്യ പ്രവർത്തകയ്ക്കുള്ള അവാർഡ് P സൈനബയ്ക്കും നൽകി. മികച്ച വളവും പച്ചക്കറി വിത്തുകളുടെ കിറ്റും വിതരണം ചെയ്തു. സുന്ദര കേരളം വീണ്ടെടുക്കുവാൻ എന്ന സന്ദേശവുമായി CPIM നേതൃത്വത്തിൽ നടക്കുന്ന ശുചീകരണ പ്രവൃത്തികളുടെ ഭാഗമായി മകബൂർ നോർത്ത് ബ്രാഞ്ചിലും പരിപാടികൾ നടന്നു. കുട്ടികളും സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെയുള്ളവർ പരിപാടികളിൽ പങ്കാളികളായി. സുന്ദര കേരളം വീണ്ടെടുക്കുവാൻ CPIM നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ എന്ന സന്ദേശമുയർത്തി സംസ്ഥാനത്ത് ആരംഭിച്ച ശുചീകരണ ക്യാമ്പയിന്റെ ഭാഗമായി എരഞ്ഞിക്കൽ ലോക്കലിലെ വിവിധ കേന്ദ്രങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. മകവൂർ നോർത്ത് ബ്രാഞ്ചിൽ നടന്ന ശുചീകരണ പ്രവർത്തനത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നിരവധി പേർ പങ്കാളികളായി. ശുചീകരണ പ്രവൃത്തികൾക്ക് ബ്രാഞ്ച് സെക്രട്ടറി CV ആനന്ദ് കുമാർ, PM വിനീത, KP അഹമ്മദ് കോയ, AV രമണി എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന വിജയോത്സവത്തിന്റെ ഭാഗമായി ഫറോക്ക് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ A+ ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP ഷീബ ഉദ്ഘാടനം ചെയ്തു. ഫറോക്ക് ഗണപത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ
2014-15 അധ്യയന വർഷത്തെ A+ ക്ലബിന്റെ ഉദ്ഘാടനം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP ഷീബ നിർവഹിച്ചു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗം സരസു കൊടമന അധ്യക്ഷം വഹിച്ചു. A+ ക്ലബ് കൺവീനർ VS ബബിത, PTA പ്രസിഡന്റ് M വിജയൻ, കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V സുധർമ്മ, കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K സുബ്രഹ്മണ്യൻ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകൻ ആശിഷ് K, ഫറോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KT മുരളീധരൻ, പ്രിൻസിപ്പൽ ഷക്കീല, VHSC പ്രിൻസിപ്പൽ യാസിൻ, സ്റ്റാഫ് സെക്രട്ടറി AB അശോക് കുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വരപ്രസാദം ഭക്തിഗാന ഓഡിയോ CD പ്രകാശനം ചെയ്തു. സാഹിത്യകാരൻ PR നാഥൻ CDയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു. പ്രശസ്ത പിന്നണി ഗായകർ ആലപിച്ച ഭക്തിഗാനങ്ങളാണ് വരപ്രസാദത്തിലുള്ളത്. കണ്ണഞ്ചേരി ക്ഷേത്ര പരിസരത്താണ് ചടങ്ങ് നടന്നത്. പ്രശസ്ത പിന്നണി ഗായകർ ആലപിച്ച വരപ്രസാദം ഭക്തിഗാന ഓഡിയോ CD പ്രകാശനം ചെയ്തു. സാഹിത്യകാരൻ PR നാഥൻ CDയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു. PV ബാലകൃഷ്ണൻ മാസ്റ്റർ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. ബൈജു ആണ് ബൈജു പട്ടിക്കാട് രചന നിർവഹിച്ചത്. സംഗീതം നിർവഹിച്ചിരിക്കുന്ന രഞ്ജിത്താണ്, DR രഞ്ജിത്താണ്. ബൈജു നദിക്കണ്ടിയാണ് രചന. ഇന്നത്തെ ദിവസമാണ് ഈ പ്രകാശനത്തിൽ ഞാൻ ആദ്യമായിട്ട് കാസറ്റ് കേൾക്കുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പേര് സ്മരണയിൽ വരാത്തത്. ഇവരെ ഇന്നാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോ ബൈജുവിന്റെ ഏതാനും വരികൾ ഇവിടെ ആലപിക്കുന്ന കേട്ടപ്പോൾ ഏറ്റവും നല്ലൊരു കാസറ്റാണ് ഇത് എന്ന് തോന്നി. കണ്ണഞ്ചേരി ട്രസ്റ്റി ബോർഡ് ചെയർമാൻ KV ജ്യോതിപ്രകാശ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മുരളി ബേപ്പൂർ, എടക്കോട്ട് നാരായണൻ, പ്രൊഫസർ OK ഗോവിന്ദൻ, വരപ്രസാദത്തിന്റെ ഗാനരചയിതാവ് ബൈജു നടുക്കണ്ടി, സംഗീതം നൽകിയ VR രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ചെങ്ങന്നൂർ ശ്രീകുമാർ, മെറിൻ ഗ്രിഗറി, KK നിഷാദ്, VR രഞ്ജിത്ത്, SK കീർത്തന, സുന്ദർ കാലിക്കറ്റ് എന്നിവർ ആലപിച്ച 8 ഗാനങ്ങളാണ് ഉള്ളത്. ഗാനങ്ങളുടെ പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് സുമോദ് ശ്രീധർ, ഷിംജിത്ത് ശിവൻ എന്നിവർ ചേർന്നാണ്. രാജേഷാണ് അനൗൺസ്മെന്റ് ചെയ്തിരിക്കുന്നത്. ബൈജു കുന്നത്ത്, സുരേശൻ കൊല്ലാടത്ത്, ഗോവിന്ദൻ പൊറ്റക്കാട്ടിൽ, സതീഷ് പള്ളിയമ്പൽ, സവിത ബൈജു, സുധീർ കുമാർ മൊണ്ടൊടി, P മാധവദാസ് എന്നിവരാണ് നിർമ്മാതാക്കൾ. ക്ലാസ്മേറ്റ്സ് ക്രിയേഷൻസ് ആണ് CD പുറത്തിറക്കിയിരിക്കുന്നത്. ബ്ലേഡ് മാഫിയയുടെ കുരുക്കിൽപ്പെട്ട പ്രശസ്ത ചിത്രകാരൻ പാരീസ് മോഹൻകുമാർ പണസമാഹരണാർത്ഥം ചിത്രപ്രദർശനം ആരംഭിച്ചു. 20 ലക്ഷത്തോളം മൂല്യമുള്ള 30 ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് പാരീസ് മോഹൻകുമാറിന്റെ ചിത്രപ്രദർശനം തുടങ്ങിയിരിക്കുന്നത്. എണ്ണച്ചായത്തിലും അക്രിലിക്കിലും ജലച്ചായത്തിലും തീർത്ത 30ഓളം ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ആകെയുള്ള സമ്പാദ്യമായ വീടും സ്ഥലവും നഷ്ടപ്പെടാതിരിക്കാനുള്ള അവസാനത്തെ കച്ചിത്തുരുമ്പാണ് ഇദ്ദേഹത്തിന് ഈ പ്രദർശനം. വീടിന്റെയും സ്ഥലത്തിന്റെയും ജപ്തിക്ക് കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയിട്ടുണ്ടെങ്കിലും 10 ലക്ഷം രൂപ കെട്ടിവെക്കേണ്ടതുണ്ട്. ഈ പണം കണ്ടെത്തുകയാണ് പ്രദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. ആദ്യ ദിവസം തന്നെ 3 ചിത്രങ്ങൾ വിറ്റുപോയി. ചിത്രങ്ങളിലധികം പ്രകൃതി ദൃശ്യങ്ങളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. കാസർഗോഡ് സ്വദേശിയിൽ നിന്ന് പണം വാങ്ങിയ 2 സുഹൃത്തുക്കൾ കടക്കണിയിലായപ്പോൾ ഉറപ്പിനായി 5 ലക്ഷം രൂപയുടെ 2 ചെക്കുകൾ നൽകിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. മാഹിക്ക് സമീപം അഴിയൂർ പഞ്ചായത്തിലെ വീടും സ്ഥലവും നഷ്ടപ്പെടുമെന്ന അവസ്ഥയിലാണ് ചിത്രപ്രദർശനം നടത്തി പണം കണ്ടെത്താൻ പാരീസ് മോഹൻകുമാർ ശ്രമിക്കുന്നത്. 20 വരെ പ്രദർശനം തുടരും. യുനെസ്കോ ആദരിച്ച ചിത്രകാരനാണ് പാരീസ് മോഹൻകുമാർ. ലോകത്തെ മികച്ച പ്രധാന ആർട്ട് ഗാലറികളിലും ചിത്രപ്രദർശനം നടത്തിയിട്ടുണ്ട്. 25 വർഷത്തോളം പാരീസിലായിരുന്നു ജീവിതം. തിരികെ എത്തിയ ശേഷം ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കാനും ജൈവ കൃഷിരീതിയെ പ്രോത്സാഹിപ്പിക്കാനും സമയം ഇദ്ദേഹം മാറ്റിവെച്ചിരുന്നു. വാർത്തകളിൽ മറ്റൊരിടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. High casual jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ബാർ കോഴ വിവാദത്തിൽ ഏത് അന്വേഷണം വേണമെന്ന കാര്യത്തിൽ LDF യോഗത്തിൽ തീരുമാനം എടുക്കാത്തത്
അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടാണോ യോജിപ്പിൽ എത്താൻ കഴിയാത്തത് കൊണ്ടാണോ എന്ന് ജനങ്ങൾക്ക് സംശയമുണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ കോഴിക്കോട് വാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. അഡ്ജസ്റ്റ്മെന്റ് സമരങ്ങളാണ് നടത്തുന്നതെന്ന് CPIയും CPMും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനിടയിൽ നടന്ന ഇടതുമുന്നണി സംസ്ഥാന നേതൃയോഗവും അഡ്ജസ്റ്റ്മെന്റ് യോഗമായി മാറിയെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ. ബാർ കോഴക്കേസിൽ മന്ത്രി KM മാണിക്കെതിരെ ഏതുതരത്തിലുള്ള അന്വേഷണം വേണമെന്ന് പോലും തീരുമാനിക്കാൻ കഴിയാതെയാണ് LDF യോഗം അവസാനിച്ചത്. 25-ലെ LDF സെക്രട്ടേറിയറ്റ് മാർച്ച് ഒഴിവുകഴിവ് സമരമാണ്. LDF നേതൃയോഗം ബാർ കോഴക്കേസിൽ വ്യക്തമായ തീരുമാനമെടുക്കാതെ പിരിഞ്ഞത് അഡ്ജസ്റ്റ്മെന്റാണ് നടക്കുന്നതെന്ന വിമർശനത്തെ ശരിവെക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ച് ഏതുതരം അന്വേഷണം വേണം എന്നുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ് ആണോ, അതോ തീരുമാനങ്ങൾ എടുക്കാൻ അക്കാര്യത്തിൽ യോജിപ്പിലെത്താൻ സാധിക്കാത്തതാണോ? ഇന്ന് നടന്നിട്ടുള്ള ഇടതുമുന്നണി യോഗം വാസ്തവത്തിൽ ഈ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ഒത്തുകളി എന്നുള്ള ഇത്രയും കാലത്തെ നയം, ആ നയത്തിൽ വലിയ മാറ്റമൊന്നും വരുത്താൻ CPIയുടെ ഈ വിമർശനം കൊണ്ട് സാധ്യമായിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ യോഗത്തിൻ്റെ തീരുമാനങ്ങൾ എത്തിയിരിക്കുന്നത് എന്നാണ് ജനങ്ങൾക്ക് പൊതുവായിട്ട് വിലയിരുത്താൻ സാധിക്കുന്നത്. ബാർ കോഴക്കേസിൽ ആരോപണ വിധേയനായ മന്ത്രി KM മാണി രാജിവെക്കണമെന്നും CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള BJP പ്രക്ഷോഭത്തിന്റെ രണ്ടാം ഘട്ടമായി 19-ലെ സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും BJP പ്രവർത്തകർ ഉപവാസ സമരം സംഘടിപ്പിക്കുമെന്നും മുരളീധരൻ കോഴിക്കോട്ട് പറഞ്ഞു. വിജിലൻസ് കാര്യക്ഷമമായാൽ അഴിമതി തടയാനാകുമെന്ന് മന്ത്രി മഞ്ഞളാംകുഴി അലി. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ രൂപവത്കരണത്തിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവനക്കാരുടെ ആഡംബര ഭ്രമവും കുറഞ്ഞ ശമ്പളവും അഴിമതി കേസിൽ ദുർബലമായ ശിക്ഷാ നടപടികളുമാണ് നാട്ടിൽ കൈക്കൂലിക്കും അഴിമതിക്കും വളം വയ്ക്കുന്നതെന്ന് നഗരകാര്യമന്ത്രി മഞ്ഞളാംകുഴി അലി പറഞ്ഞു. വിജിലൻസ് കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ നാട്ടിൽ അഴിമതി തടയാൻ കഴിയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ രൂപവത്കരണത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വടക്കൻ കേരളത്തിലെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ജനപ്രതിനിധികൾക്കും ജീവനക്കാർക്കും നൽകിയ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ലോകത്തെ അഴിമതിയുടെ കാര്യത്തിൽ ഇന്ത്യ രാജ്യം വളരെ മുന്നിലാണ്. 176 രാജ്യങ്ങൾ നടത്തിയ സർവേ പ്രകാരം ഇന്ത്യക്കത് 94ാമത്തെ സ്ഥാനമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മളെ കഴിഞ്ഞ വർഷം നമ്മുടെ ഇന്ത്യയിൽ നടന്ന ഇതേപോലുള്ള അഴിമതിയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ അത് 6,30,000 കോടി രൂപയാണെന്നാണ് ഏകദേശം കണക്കാക്കിയത്. ഇന്ത്യയുടെ ടോട്ടൽ അഴിമതിയുടെ സംഖ്യ 6,30,000 കോടി രൂപ വരുന്നതാണ് അവരുടെ കണക്ക്. രാജ്യത്ത് വർഷം 6.3 ലക്ഷം കോടി രൂപയുടെ അഴിമതിയാണ് നടക്കുന്നത്. കേരളത്തിൽ മാത്രം നടക്കുന്നത് 3000 കോടി രൂപയുടെ അഴിമതിയും. മുൻപ് വഴിവിട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആളുകൾ കൈക്കൂലി നൽകിയിരുന്നുവെങ്കിൽ ഇന്ന് നേരായ മാർഗത്തിലൂടെ കാര്യങ്ങൾ സമയത്ത് ചെയ്തു കിട്ടാനും കൈക്കൂലി കൊടുക്കേണ്ട സ്ഥിതിയാണെന്നും മന്ത്രി പറഞ്ഞു. മേയർ AK പ്രേമജം അധ്യക്ഷം വഹിച്ചു. വിജിലൻസ് പോലീസ് സൂപ്രണ്ട് KK അബ്ദുൾ ഹമീദ്, വിജിലൻസ് നോർത്ത് റേഞ്ച് SP CT ടോം, DYSP VG കുഞ്ഞൻ, DYSP MC ദേവസ്യ, O ശശി, CP സുരാജ്, P സുധാകരൻ, KP ഹരി എന്നിവർ സംസാരിച്ചു. ശിവസേന സ്ഥാപക നേതാവ് ബാലാസാഹേബ് താക്കർജിയുടെ 2ാം ചരമവാർഷിക ദിനത്തിൽ ശിവസേന ജില്ലാ കമ്മിറ്റി അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ജില്ലയിലെ വിവിധ ആശുപത്രികളിലേക്കുള്ള വീൽചെയർ സ്ട്രക്ചർ എന്നിവ കൈമാറി. ശിവസേന ജില്ലാ പ്രസിഡന്റ് K തുളസിദാസ് ഉദ്ഘാടനം ചെയ്തു. ശിവസേന കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശിവസേന സ്ഥാപക നേതാവ് ബാലാസാഹേബ് താക്കർജിയുടെ 2ാം അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. രാവിലെ വിവിധ സ്ഥലങ്ങളിൽ താക്കർജിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടന്നു. ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം ജില്ലാ പ്രസിഡന്റ് K തുളസിദാസ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ബീച്ച് ഹോസ്പിറ്റൽ, ചെറുപ്പ പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിലേക്കുള്ള സ്ട്രക്ചറുകളും വാട്ടർ ഹീറ്ററുകളും വീൽചെയറുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. എല്ലാവരുടെയും പ്രിയങ്കരനായ ഹിന്ദു ഹൃദയ സാമ്രാട്ട് ശ്രീ ബാലാസാഹേബ് താക്കറെ കഴിഞ്ഞ 2 വർഷം മുമ്പ് അദ്ദേഹം ഈ ഭാരതത്തോട് വിട പറയുമ്പോൾ ശിവ സൈനികരുടെ ഇടയിലേക്ക് അദ്ദേഹം ഉയർത്തിയിട്ട ചില ആശയങ്ങൾ അത് ശിരസ വഹിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു കൂട്ടം പ്രവർത്തകരെയും ബാക്കി വെച്ചിട്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. ശിവസേന ജില്ലാ സെക്രട്ടറി M അനൂപ് അധ്യക്ഷനായിരുന്നു.
ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഷാജി രാഘവ പണിക്കർ പ്രഭാഷണം നടത്തി. ഹരിനാരായണ നമ്പൂതിരി സ്വാഗതം പറഞ്ഞു. ജില്ലാ ട്രഷറർ ചന്ദ്രൻ നന്ദി പറഞ്ഞു. ഇനി ശബരിമല വിശേഷങ്ങളിലേക്ക്. കണ്ണഞ്ചേരി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ മണ്ഡലകാല ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം ഊരാളൻ, പറ്റിയൻ ഗോപാലൻ, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ KV ജ്യോതിപ്രകാശൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കൊടിയേറ്റ്. ക്ഷേത്ര പരിപാലന കമ്മിറ്റി പ്രസിഡന്റ് KV വേണുഗോപാലൻ, സെക്രട്ടറി PV ബാലകൃഷ്ണൻ, ട്രസ്റ്റി മെമ്പർ P ശ്രീനിവാസൻ, NV ജയരാജൻ എന്നിവരും നിരവധി ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ഉത്സവത്തിന്റെ ആദ്യ ദിനം എടക്കാട് നാരായണൻ പ്രഭാഷണം നടത്തി. 40 ദിവസം നീളുന്ന ഉത്സവ പരിപാടിയുടെ ഭാഗമായി പ്രഭാഷണങ്ങൾ, കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുന്നുണ്ട്. വാർത്തകൾ ചുരുക്കത്തിൽ. അന്തരിച്ച നാടക സിനിമാ നടി കോഴിക്കോട് ശാന്താദേവിയെ അനുസ്മരിക്കുന്നു. കോഴിക്കോട് ശാന്താദേവിയുടെ 4ാം ചരമവാർഷികം നവംബർ 20 വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് നടക്കുമെന്ന് മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ ഭാരവാഹികൾ പറഞ്ഞു. പരിപാടിയുടെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും പ്രമുഖ സാഹിത്യകാരൻ UA ഖാദർ നിർവഹിക്കും. സുന്ദരൻ കല്ലായി, CV ദേവ്, K പ്രകാശൻ, പപ്പൻ കോഴിക്കോട്, ജീവൻ തോമസ്, ക്ലാരൻസ് ഇന്ന സിംസൺ, ബീഗം റാബിയ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. 2013-14 വർഷത്തെ സ്കൂൾ യുവജനോത്സവത്തിൽ ഏറ്റവും നല്ല നടിയായി തെരഞ്ഞെടുക്കപ്പെട്ട മേമോണ്ട ഹൈസ്കൂൾ വിദ്യാർത്ഥിനി D ഷഹനാസിന് നന്മ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ശാന്തദേവി അവാർഡ് ഈ ചടങ്ങിൽ നൽകുമെന്നും സംഘാടകർ അറിയിച്ചു. കല്ലാനോട് കോഓപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറി പേരാമ്പ്ര മുൻസിഫ് കോടതിയിൽ നൽകിയ ഹർജിയിൽ തനിക്കുണ്ടായ ബുദ്ധിമുട്ട് പരിഗണിച്ച് 1000 രൂപ നഷ്ടപരിഹാരം നൽകാൻ ബാങ്കിനോട് കോടതി ആവശ്യപ്പെട്ടതായി കൂരാച്ചണ്ടി വരിക്കാശ്ശേരി അഗസ്തി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. താൻ ഉൾപ്പെടെയുള്ള 8 പേർക്കെതിരെയുള്ള കേസ് പുനഃസ്ഥാപിച്ച് കിട്ടാനാണ് ബാങ്ക് കോടതിയെ സമീപിച്ചതെന്നും അഗസ്തി പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാവേലി സ്റ്റോറിലെ വിലവർദ്ധനവ് ജനങ്ങൾക്കേറ്റ ഇടുത്തി പ്രഹരമെന്ന് CPI ജില്ലാ സെക്രട്ടറി IV ശശാങ്കൻ. വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് CPI നേതൃത്വത്തിൽ സിവിൽ സപ്ലൈസ് മാർച്ച്. ടേൺ ഓവർ ടാക്സ് ഈടാക്കുന്ന ഉദ്യോഗസ്ഥരുടെ നടപടി തുണിക്കച്ചവട മേഖലയെ നാശത്തിലേക്ക് തള്ളിവിടുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീൻ. നെൽകൃഷിയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കാനും കർഷക ആത്മഹത്യയ്ക്ക് തടയിടാനും കൃഷിക്ക് പ്രത്യേക കാർഷിക ബജറ്റ് അവതരിപ്പിക്കണമെന്ന് ഫാർമേഴ്സ് അസോസിയേഷൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.